മോർണിംഗ്. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നാലാമത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഒരു കമ്പനിക്ക് എന്തുണ്ടാവും? ഒരു വർഷത്തിൽ പ്രോഫിറ്റ് ഉണ്ടാവും. ആ പ്രോഫിറ്റിൻ്റെ മുഴുവൻ ശതമാനവും കമ്പനി എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് വിധിച്ചു കൊടുക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് എമൗണ്ട് കമ്പനിയുടെ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് കമ്പനിയിൽ നിലനിർത്താറുണ്ട്. ആ കമ്പനിയുടെ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് കമ്പനി റിട്ടേൺ ചെയ്ത് നിലനിർത്തുന്ന ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കോസ്റ്റ് ഓഫ് ഏർണിങ്സ് എന്ന് ഡിസ്കസ് ചെയ്യാം. Generally, retained earnings are cost free because it is an internal source of finance. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഫ്രീ ആണ്. അതിന് കോസ്റ്റ് ഒന്നുമില്ല. കാരണം ഇത് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഒരു കമ്പനിയിൽ ഇൻറ്റേർണലി അവർ ഫിനാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് ഷുഡ് have an opportunity cost which are foregone by the shareholders. That is, they can invest in other securities and can earn certain return. അപ്പോൾ എന്ത് ചെയ്യുക? ചില സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഫോർഗോൺ ചെയ്തിട്ട് എന്നുവെച്ചാൽ റിട്ടേൺഡ് ഏർണിങ്സ് ആയിട്ട് നിലനിർത്തില്ല. പകരം ഈ റിട്ടേൺ ഏർണിങ്സ് ആയിട്ട് നിലനിർത്താൻ ഉദ്ദേശിച്ച എമൗണ്ട് വേറെ സെക്യൂരിറ്റീസിൽ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ വേറെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ കമ്പനിക്ക് റിട്ടേൺ കിട്ടുകയും ചെയ്യും. അങ്ങനെ റിട്ടേൺ ഏർണിങ്സ് വേറെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ദസ് ദ കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് ഈക്വലാണ്. അപ്പോൾ ഇത്രയാണ് കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സിൽ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ഇക്വേഷൻ നോക്കാം. കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് KR is equal to D divided by MP into 1 minus T into 1 minus B into 100 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ ഇക്വേഷനാണ് D divided by MP into 100 plus G into 1 minus T into 1 minus B എന്നായിട്ട് മാറും. ഇനി നമുക്ക് ഓരോ ഫിഗേഴ്സും എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്നതാണ് KR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സ് ആണ്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് പെർ ഷെയർ ആണ്. MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. G ഗ്രോത്ത് റേറ്റ് ആണ്. T എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ആണ്. B എന്ന് പറഞ്ഞാൽ ബ്രോക്കറേജ് ആണ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഫേംസ് K is 15%, the average tax rate of shareholders is 40%, and it is expected that 2% is brokerage cost and the shareholders will have to pay the while investing their dividend alternative securities. What the cost of retained earnings? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ KE എന്ന് പറയുന്നത് 15% ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടാക്സ് റേറ്റ് 40% ആണ് തന്നിട്ടുണ്ട്. ബ്രോക്കറേജ് 2% ആണ് തന്നിട്ടുണ്ട്. എങ്കിൽ KER കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? KR is equal to KE into 1 minus T into 1 minus B into 100 ആണ് നമ്മളെ ഇക്വേഷൻ. നമുക്ക് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T എന്ന് പറഞ്ഞാൽ 40% ആണ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 100 0.4 വരും. KE എന്ന് പറഞ്ഞാൽ 15% ആണ്. അപ്പോൾ 15/100 0.15 വരും. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2% ആണ്. അപ്പോൾ 2/100 0.02 വരും. ഇനി ഒന്നുമില്ല, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 8.82% വരും. അപ്പോൾ ഇതാണ് നമ്മൾ KRൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.